ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 1-ാം വാക്യം മുതലുള്ള
ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഇങ്ങനെ അബ്രാമും ഭാര്യയും അവനുള്ളതൊക്കെയും അവനോടുകൂടെ ലോത്തും മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് തെക്കേ ദേശത്ത് വന്നു. കന്നുകാലി, വെള്ളി, പൊന്ന് ഈ വകയിൽ അബ്രാം ബഹുസമ്പന്നനായിരുന്നു. അവൻ തൻ്റെ യാത്രയിൽ തെക്ക് നിന്ന് ബേതേൽ വരെയും ബേതേലിനും ഹായിക്കും മധ്യേ തനിക്ക് ആദിയിൽ കൂടാരം ഉണ്ടായിരുന്നതും താൻ ആദിയിൽ ഉണ്ടാക്കിയ യാഗപീഠം വരുന്നതുമായ സ്ഥലം വരെയും ചെന്നു. ദൈവത്തിന് സ്തോത്രം. അബ്രഹാം ബേഥേലിലേക്ക് തിരികെ വന്നു. എവിടെ നിന്ന് പുറപ്പെട്ടുവോ അങ്ങോട്ട് തിരികെ വന്നു. എവിടെ നിന്നാണ് അബ്രഹാം പുറപ്പെട്ടത്? അവിടം വരെയും തിരികെ നടന്നു. മിസ്രൈമിലേക്ക് പോയ ആ അവസരം എവിടെ നിന്ന് പുറപ്പെട്ടു പോയോ അതിലേക്ക് ഇപ്പോൾ അബ്രഹാം തിരികെ വന്നിരിക്കുകയാണ്. അബ്രഹാം തിരികെ പോന്നു. ബേഥേൽ വരെയും സഞ്ചരിച്ചു. അവൻ തൻ്റെ യാത്രയിൽ തെക്ക് നിന്ന് ബേഥേൽ വരെയും ബേഥേലിനും ഹായിക്കും മധ്യേ തനിക്ക് ആദിയിൽ കൂടാരം ഉണ്ടായിരുന്നതും താൻ ആദിയിൽ ഉണ്ടാക്കിയ യാഗപീഠം വരുന്നതുമായ സ്ഥലം വരെയും ചെന്നു. ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ അബ്രഹാം ബേഥേലിൽ വെച്ച് യാഗപീഠം പണിതതാണ്, യാഗം കഴിച്ചതാണ്. അവിടം വരെയും തിരികെ വന്നു. ഒരിക്കൽ സമർപ്പണമെടുത്ത ആ സമർപ്പണ സ്ഥലം വരെയും സമർപ്പണ രംഗം വരെയും അബ്രഹാം തിരികെ പോന്നു. ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ ദൈവത്തോട് പറഞ്ഞിരുന്ന വാക്കിലേക്ക് അബ്രഹാം മടങ്ങി വന്നു. ഒരിക്കൽ ദൈവത്തോട് പറഞ്ഞ ഉടമ്പടിയിലേക്ക് അബ്രഹാം മടങ്ങി വന്നു. ഒരിക്കൽ ദൈവസന്നിധിയിൽ ചെയ്തതായ തീരുമാനത്തിലേക്ക് അബ്രഹാം മടങ്ങി വന്നു. അവിടെ എന്താണ് ഉണ്ടായത്? ബേഥേലിൽ അബ്രഹാം വന്നപ്പോൾ, മുൻപ് ആദ്യം വന്നപ്പോൾ അവിടെ യാഗപീഠം പണിയുകയുണ്ടായി, അവിടെ ആരാധന കഴിക്കുകയുണ്ടായി. 12-ാം അധ്യായം 7-ാം വാക്യം മുതൽ യഹോവ അബ്രാമിന് പ്രത്യക്ഷനായി. ദൈവം അബ്രാമിന് പ്രത്യക്ഷനായി. ദൈവം പ്രത്യക്ഷനായ സ്ഥലമാണ് ബേഥേൽ. തുടർന്ന് വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണാം, യാക്കോബിനെ ദൈവം ബേഥേലിൽ വെച്ച് പ്രത്യക്ഷനായി. ബേഥേൽ ദൈവപ്രത്യക്ഷതയുടെ സ്ഥലമാണ്. ദൈവം തന്നെ വെളിപ്പെടുത്തിയ സ്ഥലമാണ്. ദൈവം തൻ്റെ ദാസനോട് സംസാരിച്ച സ്ഥലമാണ്. ദൈവം തൻ്റെ ദാസനോട് ഇടപെട്ട സ്ഥലമാണ്. നിങ്ങൾക്കറിയാം, പുതിയ നിയമത്തിലെ അപ്പോസ്തലനായ പൗലോസ് ശൗലായിരുന്ന കാലത്ത് ദൈവം ശൗലിന് പ്രത്യക്ഷമായ സ്ഥലം അത് ദമസ്കോസിൻ്റെ പടിവാതിലാണ്. ദമസ്കോസ് പട്ടണത്തിൻ്റെ ഗോപുരത്തിങ്കൽ, ദമസ്കോസ് പട്ടണത്തിൻ്റെ പ്രവേശനത്തിങ്കൽ അവിടെ വെച്ച് ശൗലിന് ദൈവം പ്രത്യക്ഷനായി. ക്രിസ്തു നേരിട്ട് പ്രത്യക്ഷനായി. അത്യുജ്വലമായ അത്ഭുതകരമായി ജ്യോതിസ് ചുറ്റി മിന്നി പ്രകാശിച്ചു. ആ പ്രകാശ ധോരണിയിൽ അപ്പോസ്തലൻ കണ്ണഞ്ചി, ശൗല് കണ്ണഞ്ചി അവിടെ വീണുപോയി. കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു. പക്ഷേ ആ വീണ് കിടക്കുമ്പോൾ അപ്പോൾ കേൾക്കാം ഒരു ശബ്ദം, ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ത്? ദൈവം പ്രത്യക്ഷമായ സ്ഥലത്ത് ദൈവം പ്രത്യക്ഷമായി എന്നുള്ളൊരു തെളിവ് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാം. ദൈവത്തിന് സ്തോത്രം. ദൈവജനമേ, നിങ്ങൾ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഈ എഴുതപ്പെട്ട തിരുവചനത്തിൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാം. ഈ തിരുവചനത്തിൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സ്വരം കേൾക്കാം. ഈ തിരുവചനത്തിൽ നിങ്ങൾക്ക് ദൈവീക ആലോചന കേൾക്കാം. ഈ തിരുവചനത്തിൽ ദൈവം നിങ്ങളോട് ഹൃദ്യമായി ഇടപെടുന്നത് നിങ്ങൾക്ക് നേരിട്ട് അനുഭവിക്കാം. നിങ്ങൾ ശാന്തമായി എല്ലാം മറന്ന് കർത്താവിൻ്റെ പാദപീഠത്തിലിരിക്കുന്നതായി നിങ്ങൾ ധ്യാനിച്ചുകൊണ്ട് ഈ തിരുവചനവുമായി നിങ്ങൾ ഇരിക്കൂ. നിങ്ങൾ വാക്കുകൾ എടുത്തെടുത്ത് വായിച്ച് പ്രാർത്ഥിക്കൂ. പ്രാർത്ഥനയോടെ നിങ്ങൾ വീണ്ടും വീണ്ടും വായിക്കൂ. അപ്പോൾ ദൈവീക ആലോചനകൾ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളോടുള്ള സ്പെസിഫിക് മെസ്സേജ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങളോട് ദൈവത്തിന് അപ്പോൾ സംസാരിക്കാനുള്ളത് എന്താ എന്ന് അപ്പോൾ കർത്താവ് നിങ്ങൾക്ക് പറഞ്ഞു തരും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കത് അനുഭവിക്കാവുന്നതാണ്. നിങ്ങൾ മനസ്സ് വാടുമ്പോൾ, ഉള്ള വേദനിക്കുമ്പോൾ, പ്രതിസന്ധികളിൽ ഉലയുമ്പോൾ, എന്തു വേണ്ടുമെന്നറിയാതെ നിങ്ങൾ അമ്പരപ്പിലാകുമ്പോൾ, മുന്നോട്ടൊരു ചുവട് വയ്ക്കാൻ വയ്യാതെ നിങ്ങൾ വിഷമസന്ധിയിൽപ്പെട്ട് നട്ടം കറങ്ങുമ്പോൾ, അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം. നിങ്ങൾക്ക് ഈ വിശുദ്ധ ബൈബിളുമായി നിങ്ങൾക്ക് ശാന്തമായി കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇരിക്കാം. നിങ്ങൾക്ക് എണ്ണി കർത്താവിനോട് പറയാം. എല്ലാം കർത്താവിനോട് പറയാം. ദൈവത്തിന് സ്തോത്രം. എല്ലാം കർത്താവിനോട് പറയാം. കഴിഞ്ഞ ദിവസത്തിൽ നാം ചിന്തിച്ചതുപോലെ നിങ്ങൾക്ക് ദൈവത്തോട്
അപേക്ഷിച്ച് ചിലതെല്ലാം വാങ്ങാം. ഹന്ന പറയുന്നില്ലേ, ഞാൻ അവനെ യഹോവയോട് അപേക്ഷിച്ച് വാങ്ങി എന്ന് പറഞ്ഞ് അവന് ശമൂവേൽ എന്ന് പേരിട്ടു. മക്കളില്ലാത്ത ഹന്ന ദൈവത്തോട് അപേക്ഷിച്ച് ഒരു മോനെ വാങ്ങി. നാളുകൾ നിരന്തരം യാചിച്ച് ഒരു മകനെ വാങ്ങി. ഞാനവനെ യഹോവയോട് അപേക്ഷിച്ച് വാങ്ങി എന്ന് പറഞ്ഞ് അവന് ശമൂവേൽ എന്ന് പേരിട്ടു. 21 സങ്കീർത്തനത്തിൽ നാം കാണുന്നുണ്ടല്ലോ, എൻ്റെ അധരങ്ങളുടെ യാതന അവൻ നിഷേധിച്ചതുമില്ല. നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരുന്നിട്ട് നിങ്ങൾ പറയണം, കർത്താവേ, എന്നോടുള്ള നിൻ്റെ വ്യക്തിപരമായ സന്ദേശം ഇപ്പോൾ എന്താണ്? ഞാൻ ഈ തിരുവചനം വായിക്കാൻ തുടങ്ങുകയാണ്. ഇറ്റ് ഈസ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വചനമാണിത്, ദൈവത്തിൻ്റെ ശബ്ദമാണിത്. എൻ്റെ കർത്താവേ, വേറെ ആരുടെയും വാക്ക് കേൾക്കാൻ ഞാൻ പോകുന്നില്ല. ഞാനിപ്പോൾ ഏകനായി നിൻ്റെ പാദപീഠത്തിലിരിക്കുകയാണ്. എനിക്ക് നിൻ്റെ സ്വരം കേൾക്കണം. എനിക്കുള്ളതായ സ്പെഷ്യൽ മെസ്സേജ് നീ തരണം. എനിക്കുള്ള സ്പെസിഫിക് മെസ്സേജ് നീ തരണം. എനിക്കുള്ള പ്രത്യേകമായ സന്ദേശം നീ തരണം. കർത്താവേ, നീ എന്നോട് നേരിട്ടൊന്ന് സംസാരിക്കണം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ തിരുവചനം വായിച്ച് പോകുമ്പോൾ എപ്പോഴോ നിങ്ങളുടെ ഉള്ളിലൊന്ന് ഉടക്കും. എൻ്റെ ദൈവത്തിന് സ്തോത്രം. എവിടെയോ ഒന്ന് കൊളുത്തിപ്പിടിക്കും. ഉടനെ നിങ്ങൾ ഒന്നുകൂടി വായിക്കണം. അപ്പോൾ അവിടെ നിങ്ങൾക്ക് അടിയിൽ വരച്ച് വയ്ക്കാൻ തോന്നും. നിങ്ങൾ വീണ്ടും വായിക്കണം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, തിരുവചനം ശക്തിയാണ്, തിരുവചനം ജീവനാണ്, തിരുവചനം ബലമാണ്, തിരുവചനം ധൈര്യമാണ്, തിരുവചനം പ്രാഗൽഭ്യമാണ്, തിരുവചനം വിശ്വാസമാണ്, തിരുവചനം കരുത്താണ്, തിരുവചനം തീയാണ്, തിരുവചനം ആത്മാവാണ്, ജീവൻ്റെ തിരുവചനം ബലമാണ്. നിങ്ങൾക്ക് ഈ ബലം ലഭിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് ഈ വചനം ലഭിച്ചിട്ടുണ്ടോ? ഈ വചനം എത്ര ശക്തിയാണ്! വഴിതെറ്റി ഉഴലുന്നവർക്ക് സത്യവഴി കാണിച്ചു തരുന്നതാണ് ഈ ദൈവത്തിൻ്റെ വചനം. അധ്വാനിച്ച് വലഞ്ഞ് ഭാരം ചുമന്ന് തളർന്ന് വിഷമിക്കുന്നവർക്ക് അത്താണിയായി വരുന്നതാണ് ഈ ദൈവത്തിൻ്റെ തിരുവചനം. ദൈവത്തിൻ്റെ തിരുവചനം ശത്രുവായ പൈശാചികൻ്റെ കടിയേറ്റ് വലയുന്ന പാപത്തിൻ്റെ ആ ഭീകരമായ പോരാട്ടത്തിൽ തളർന്ന് വീണ് കിടക്കുന്നവർക്ക് പാപത്തിൽ എഴുന്നേൽക്കാനുള്ള ഉദ്ധാരണ ശക്തിയാണ് ദൈവത്തിൻ്റെ വചനം. ദൈവവചനം ശക്തിയാണ്. പാട്ടുകാരൻ പണ്ട് പാടിയില്ലേ? നാം പാടാറില്ലേ? നമുക്ക് ചേർന്നൊന്ന് പാടാം. മധുരം മധുരം മനോഹരം തേനിലും മധുരം തിരുവചനം, മധുരം മധുരം മനോഹരം തേനിലും മധുരം തിരുവചനം. മധുരം തിരുവചനം. ആദയിൽ ശോഭിത ദീപമതായി കൂരിരുളാകെ അകറ്റിടും. ആദയിൽ ശോഭിത ദീപമതായി കൂരിരുളാകെ അകറ്റിടും. മധുരം മധുരം മനോഹരം തേനിലും മധുരം തിരുവചനം, മധുരം മധുരം മനോഹരം തേനിലും മധുരം തിരുവചനം. വഴിയറിയാതെ ഉഴലും മർത്യനു തെളിവാൻ മാർഗം വെളിവാക്കും. വഴിയറിയാതെ ഉഴലും മർത്യനു തെളിവാൻ മാർഗം വെളിവാക്കും. മധുരം മധുരം മനോഹരം തേനിലും മധുരം തിരുവചനം, മധുരം മധുരം മനോഹരം തേനിലും മധുരം തിരുവചനം. ദൈവത്തിന് സ്തോത്രം. വചനം
ദൈവിക പ്രത്യക്ഷത. അബ്രഹാമിന് ദൈവം പ്രത്യക്ഷമായിരുന്നു, നേരിട്ട് പ്രത്യക്ഷനായി. നിത്യനായ ദൈവം തൻ്റെ ദാസന് പ്രത്യക്ഷനായി. അവിടെ എന്ത് ചെയ്തു അബ്രഹാം? നാം വായിക്കുന്നത് അങ്ങനെയാണ്, തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് അവനവിടെ ഒരു യാഗപീഠം പണിതു. നാളുകൾക്ക് മുൻപ്, മിസ്രൈമിലേക്ക് പോകുന്നതിന് മുൻപാണ്. യാത്ര പുറപ്പെട്ട് 75-ാമത്തെ വയസ്സിൽ യാത്ര പുറപ്പെട്ട് പോരുന്ന വഴിക്കാണ് ബേഥേലിൽ വന്നപ്പോൾ ദൈവം അവനിടയ്ക്ക് പ്രത്യക്ഷനായ സ്ഥലത്ത് അബ്രഹാം ദൈവത്തിന് ഒരു യാഗപീഠം പണിതു. എന്നിട്ടോ അവിടെ വെച്ച് അവൻ യാഗപീഠത്തിൽ അവൻ യാഗം കഴിച്ചു. നാം വായിക്കുന്ന അങ്ങനെയാണ്, അവൻ അവിടെ ഒരു യാഗപീഠം പണിതു. തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് അവൻ അവിടെ ഒരു യാഗപീഠം പണിതു. അവൻ അവിടെ നിന്ന് ബേഥേലിന് കിഴക്കുള്ള മലയ്ക്ക് പുറപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് തുടർന്ന് വായിക്കാം. ബേഥേൽ പടിഞ്ഞാറും ഹായി കിഴക്കുമായി കൂടാരമടിച്ചു. അവിടെ അവൻ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു, യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. അബ്രാം പിന്നെയും തെക്കോട്ട് യാത്ര ചെയ്തുകൊണ്ടിരുന്നു. യാഗപീഠം പണിതു, ആരാധന തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. ആരാധന തുടങ്ങി. പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ ആരാധന? യാഗപീഠം പണിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്? സങ്കീർത്തനം 50-ാം സങ്കീർത്തനം എടുക്കണം, അപ്പോഴേ അത് കാണാൻ പറ്റൂ. 50-ാം സങ്കീർത്തനത്തിൽ, യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവീൻ. യാഗം കഴിക്കുന്നത് ദൈവത്തോട് നിയമം ചെയ്യാനാണ്. ദൈവത്തോട് നിയമം ചെയ്യുന്ന വിശുദ്ധന്മാർ കൂടി വരുന്നത് ആരാധിക്കാനാണ്, ദൈവത്തിന് സ്തുതി കരയേറ്റാനാണ്. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല ഉന്നതിയും സദാനേരവും ഇടയിടാതെ കരയേറ്റുവാനാണ് യാഗപീഠം പണിയുന്നത്, ദൈവസന്നിധിയിൽ ആരാധിക്കുന്നത്. ആരാധന സ്തോത്രമാണ്. നാം പറയും, അർത്ഥം അറിഞ്ഞുകൊണ്ടാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന നല്ലതാണ്. ഈ കുർബാന അനുഗ്രഹങ്ങളും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു. കുർബാന അനുഗ്രഹമാണ്, അത് സമാധാനമാണ്, അത് ബലിയാണ്, അത് സ്തോത്രമാണ്. അതുകൊണ്ടാണ് പിതാക്കന്മാർ പറഞ്ഞത്, എന്താണ് പറഞ്ഞത്? നിൻ സ്തുതിയും ഹല്ലേലൂയയും കർത്താവേ ഞാൻ നിർത്തരുതേ എന്ന്. ഉള്ളിൽ നന്ദി നിറയുകയാണ്. എന്നോട് ദൈവം സംസാരിച്ചല്ലോ, എനിക്ക് ദൈവസന്നിധിയിൽ ചില തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയല്ലോ, എനിക്ക് ദൈവസന്നിധിയിൽ ഉടമ്പടി ചെയ്യാൻ പറ്റിയല്ലോ, ദൈവ തിരുമുൻപാകെ ചില വാക്കുകൾ പറയാൻ പറ്റിയല്ലോ, ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ദൈവത്തോടൊരു വാക്ക് പറയാൻ എൻ്റെ ഉള്ളത്തിൽ ചലനമുണ്ടാക്കിയല്ലോ, എൻ്റെ ഉള്ളം ചലിച്ചല്ലോ, എനിക്കൊരു സമർപ്പണം എടുക്കാൻ കർത്താവ് കൃപ തന്നല്ലോ, കർത്താവേ ഇന്നു മുതൽ നിൻ്റെ വക എന്ന് പറയാൻ ഒരു ഭാഗ്യം നീ എനിക്ക് തന്നല്ലോ. ഉടമ്പടി ചെയ്തു, യാഗപീഠം പണിതു, ഉടമ്പടി ചെയ്ത് ആ നന്ദി ദൈവസന്നിധിയിൽ ഇങ്ങനെ തീരുമാനമെടുക്കാൻ കഴിഞ്ഞത് കൊണ്ടുള്ളതായ ഭാഗ്യത്തെക്കുറിച്ചുള്ളതായ ബോധത്തിൽ നിന്ന് ഉളവായി വരുന്നതായ നന്ദി ഹൃദയത്തിൽ ഉറന്നു വരികയാണ്. അങ്ങനെയാണ് സ്തുതിയും സ്തോത്രവും ഹല്ലേലൂയയായി നിർത്താതെ വരുന്നത്. നാം ചേർന്ന് പാടാൻ വേണമെങ്കിൽ, നിൻ സ്തുതിയും ഹല്ലേലൂയയും കർത്താവേ ഞാൻ നിർത്തരുതേ, വിധി നീതി കയ്യോ ചെയ്യരുതേ, ഞാൻ പാതകിയെന്നറിയുന്നേ, സർവകടങ്ങളുമാരാഞ്ഞാൽ നരകം താനെന്നവകാശം, നിന്നെ വിളിപ്പാൻ കഴിവെന്നേ, മൗനം മൃതിയാൽ ഞാൻ കൂറും, നീക്കുക കൃപയാലൻ പാപം. എൻ്റെ ദൈവത്തിന് സ്തോത്രം. കൃപയാൽ പാവം മാറുമ്പോൾ, ദൈവത്തോട് ഉടമ്പടി ചെയ്ത് പാവം മാറുമ്പോൾ, യാഗപീഠം പണിത് തന്നെ യാഗമായി അർപ്പിക്കുമ്പോൾ അപ്പോൾ ലഭിക്കുന്ന ഭാഗധേയമാണ്, അപ്പോൾ ലഭിക്കുന്ന സൗഭാഗ്യമാണ് സ്തുതിയും ഹല്ലേലൂയയും. എൻ്റെ കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എൻ്റെ സഹോദരങ്ങളെ, ചുണ്ടിലുള്ള സ്തുതിയല്ല എന്ന് ഞാൻ പറയാറില്ലേ? ചുണ്ടിലുള്ളതായ പ്രൈസ് ലോർഡല്ല, ചുണ്ടിലുള്ളതായ ഹല്ലേലൂയയല്ല, അത് ഹൃദയത്തിൻ്റെ അന്തരാളത്തിൽ ഉറന്നു വരുന്നതായ സ്നേഹത്തിൻ്റെയും നന്ദിയുടെയും സ്തുതി നിർഘോഷമാണ്. അത് അത്ഭുതകരമായൊരു ആരാധനയാണ്. ഹൃദയത്തിൽ ദൈവത്തോടുള്ളതായ നന്ദി, അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കുന്നതായൊരു നന്ദി. അദൃശ്യനായ ദൈവം ഈ പാവപ്പെട്ട എനിക്ക് വെളിപ്പെട്ടല്ലോ, അവൻ എന്നോട് സംസാരിക്കാൻ തിരുമനസ്സായല്ലോ, അവൻ്റെ വചനം കേൾക്കാൻ എനിക്ക് അവസരം തന്നല്ലോ, അവൻ്റെ തിരുമുൻപാകെ യാഗമർപ്പിക്കാൻ എനിക്ക് അവസരം തന്നല്ലോ, അവൻ ക്രൂശിൽ തന്നെ യാഗമായി അർപ്പിച്ചതുപോലെ ഞാൻ ഈ കുരിശിൻ ചുവട്ടിൽ എന്നെ തന്നെ യാഗമായി അർപ്പിക്കണമെന്ന് എനിക്കൊരു ബോധം വന്നല്ലോ. എൻ്റെ കർത്താവേ, എൻ്റെ മുഴുവൻ ആയുസ്സും എൻ്റെ മുഴുവൻ ജീവിതവും
നിനക്കായി ഞാൻ അർപ്പണം ചെയ്യുന്നു എന്ന് പറയാൻ നീ എനിക്കൊരു ഭാഗ്യം തന്നല്ലോ. പ്രിയപ്പെട്ടവരെ, ആ ഭാഗ്യത്തെക്കുറിച്ചുള്ളതായ ബോധത്തിൽ നിന്നും വിശ്വാസത്തിൽ നിന്നുമാണ്, ആ റിയലൈസേഷനിൽ നിന്നാണ് സാക്ഷാത്തായ വർഷിപ്പ് തുടങ്ങുന്നത്, ശരിയായ ആരാധന തുടങ്ങുന്നത്. അവിടെയാണ് സ്തോത്രം. അവിടെ അത് ചുണ്ടിന്മേലുള്ള സ്തോത്രത്തേക്കാൾ കവിഞ്ഞ് ഹൃദയത്തിൻ്റെ സ്തോത്രമാണ്. അത് ഹൃദയത്തോട് സംസാരിക്കുന്നതാണ്. അതാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, നിൻ്റെ നീർച്ചാട്ടങ്ങളുടെ ഇരച്ചിലാൽ ആഴത്തെ വിളിക്കുന്നു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം? നിൻ്റെ നീർച്ചാട്ടങ്ങളുടെ ഇരച്ചിലാൽ, 42-ാം സങ്കീർത്തനം, നിൻ്റെ നീർച്ചാട്ടങ്ങളുടെ ഇരച്ചിലാൽ ആഴത്തെ വിളിക്കുന്നു. ദ ഡീപ്പ് കോളത്ത് ദ ഡീപ്പ്, ആഴത്തെ വിളിക്കുന്നു. മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തെ ദൈവസ്നേഹം വിളിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴത്തിലേക്ക് മനുഷ്യൻ തന്നെ അർപ്പണം ചെയ്തുകൊണ്ട് വിളിക്കുന്നു. എന്ത് മനോഹരമായൊരു അനുഭവമാണത്. മനുഷ്യനും ദൈവവുമായി യോജിക്കുകയാണ്, മനുഷ്യനും ദൈവവുമായി ഒന്നായി തീരുകയാണ്. താതാത്മ്യം പ്രാപിക്കുന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുമോ? ഏകമായ ഒരേ ഒരു ചിന്തയിലേക്ക് താതാത്മ്യം പ്രാപിക്കുക, ഏകീഭാവം കൊണ്ടുവരിക എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുമോ? പ്രിയപ്പെട്ടവരെ, നാം സായുജ്യമടയുകയാണ്, ക്രിസ്തുവിലങ്ങ് ലയിച്ചു ചേരുകയാണ്, ക്രിസ്തുവിനോട് പറ്റിച്ചേരുകയാണ്, ക്രിസ്തുവിൻ്റെ ആളത്ത് നമ്മിലേക്ക് പകരുകയാണ്, ക്രിസ്തുവിൻ്റെ തിരക്ക് നമ്മുടെ ശരീരങ്ങളിലൂടെ ഒഴുകുകയാണ്, ക്രിസ്തുവിൻ്റെ ശരീരം നമ്മുടെ ശരീരമായി മാറുകയാണ്. ഈ ശരീരത്തിൽ ക്രിസ്തുവിൻ്റെ ശരീരമാണ് എങ്കിൽ എനിക്ക് ഈ ശരീരം പാപത്തിന് കൊടുക്കാൻ പറ്റുകയില്ല. എൻ്റെ കണ്ണ് അരുതാത്തത് കണ്ട് രസിക്കാൻ പറ്റുകയില്ല. ബ്ലൂ ഫിലിം കാണാനോ ചീത്ത പടം കാണാനോ വൃത്തികെട്ടായ രംഗങ്ങളിലേക്ക് പോയി നോക്കി നിൽക്കാനോ സാധിക്കുകയില്ല. ഇത് യേശുവിൻ്റെ കണ്ണായി മാറി, എൻ്റെ കൈ യേശുവിൻ്റെ കൈയായി മാറിയെങ്കിൽ എൻ്റെ സിരകളിലൂടെ ഒഴുകുന്നത് യേശുവിൻ്റെ തിരക്തമാണെങ്കിൽ എനിക്ക് ഇനിയും എൻ്റെ കർത്താവേ, നീ തൊടാത്തതൊന്നും തൊടാൻ ഒക്കുകയില്ല, നീ സ്പർശിക്കാത്തതൊന്നും സ്പർശിക്കാൻ ഒക്കുകയില്ല, എൻ്റെ കർത്താവേ, നീ ചെയ്യാത്തതൊന്നും ചെയ്യാൻ ഒക്കുകയില്ല, നീ എഴുതാത്തതൊന്നും എഴുതാൻ പറ്റുകയില്ല. കർത്താവേ, കൈ നിനക്ക് തന്നുപോയി, നീ എന്നെ വിലയ്ക്ക് വാങ്ങിപ്പോയി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇതെന്തോ ഒരു ഉന്നതമായ അനുഭവമാണ്. രക്തം യേശുവിൻ്റെ രക്തമായി മാറി ഈ സിരകളിലൂടെ ഒഴുകുന്നത് യേശുവിൻ്റെ തിരക്തമായി മാറുന്നു. ഇതാണ് വിശുദ്ധ കുർബാന അനുഭവം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ അനുഭവമാണ് നാം പ്രാപിക്കേണ്ടത്. ഇതാണ് തിരുവത്താഴം എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് വാസ്തവത്തിൽ യഥാർത്ഥമായ കുർബാന. ഇത് തന്നെയാണ് വാസ്തവത്തിലുള്ളതായ ആരാധന. ക്രിസ്തുവിൻ്റെ ശരീരമായി മാറുന്നു, ക്രിസ്തുവിൻ്റെ രക്തമായി മാറുന്നു. ഈ ഭാഗ്യാനുഭവത്തിലേക്ക് വരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഈ ഭാഗ്യാനുഭവത്തിലൂടെ ജീവിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, അപ്പോഴാണ് നമ്മുടെ ജീവിതം സമാധാനത്തിൽ മുന്നോട്ട് പോകുന്നത്. യാഗപീഠം പണിയുന്നു, ആരാധന ആരംഭിക്കുന്നു. അബ്രഹാം യാഗപീഠം പണിതു, അബ്രഹാം ദൈവത്തോട് ഉടമ്പടി ചെയ്തു, അബ്രഹാം ആരാധന തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. പക്ഷേ മിസ്രൈമിലേക്ക് പോയപ്പോൾ ആരാധന നിലച്ചുപോയി, സ്തുതി മങ്ങിപ്പോയി, സ്തുതി നിലച്ചുപോയി, സ്തുതി മൂകമായി പോയി. അബ്രഹാം നിശ്ചലമായി പോയി, അബ്രഹാമിൻ്റെ ആത്മാവ് നിശ്ചലമായി പോയി. പ്രിയപ്പെട്ടവരെ, മിസ്രൈമിലേക്ക് പോയപ്പോൾ അബ്രഹാമിന് പറ്റിയ നഷ്ടത്തിൽ ഒരു വലിയ നഷ്ടം ഇതാണ്, അവൻ്റെ ആരാധന നഷ്ടപ്പെട്ടു പോയി. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന എൻ്റെ ബഹുമാന്യ സഹോദരങ്ങൾ ആരെല്ലാം ആരാധന നഷ്ടപ്പെട്ടവരായിട്ടിരിക്കുന്നുണ്ട്, ചുണ്ടടഞ്ഞു പോയവരായിട്ടിരിക്കുന്നുണ്ട്. ദാവീദ് ഒരിക്കൽ പറഞ്ഞു, എൻ്റെ അധരങ്ങളെ തുറക്കണമേ, എന്നാൽ ഞാൻ നിൻ്റെ സ്തുതിയെ പ്രസ്താവിക്കും. ദാവീദ് കരഞ്ഞു പറഞ്ഞതാണ്, കർത്താവേ, പാവം വന്നുപോയി, എൻ്റെ ചുണ്ടുകൾ അടഞ്ഞുപോയി, എൻ്റെ സ്തുതി നിലച്ചുപോയി. എനിക്ക് കർത്താവേ ഈ അതിരൊന്ന് തുറന്നു തരാമെങ്കിൽ എനിക്ക് നിന്നെ സ്തുതിക്കാൻ ആർത്തിയാണ്, എനിക്ക് നിന്നെ സ്തുതിക്കാൻ കൊതിയാണ്. കർത്താവേ, നാളുകൾ സ്തുതിച്ചതാണ് ഈ നാവ്, നാളുകൾ നിന്നെ വാഴ്ത്തിയതാണ്, മതി മറന്ന് നിന്നെ സ്തുതിച്ചതാണ്, മതി മറന്ന് ഞാൻ ആനന്ദിച്ചതാണ്, മതി മറന്ന് നിനക്ക് സ്തോത്രം പാടിയതാണ്. ഞാൻ ആത്മാവൻ ലഹരിയിൽ നിന്നെ സ്തുതിച്ച് എൻ്റെ ഹൃദയം ആനന്ദത്തിൽ ലയം കൊണ്ടതാണ്. എന്നാൽ നാഥ, എൻ്റെ നാവുകൾ നിശ്ചലമായി പോയി, നിശബ്ദമായി പോയി, സ്തുതി നിലച്ചുപോയി, എൻ്റെ ചുണ്ടുകൾ അടഞ്ഞുപോയി. എൻ്റെ അധരങ്ങളെ തുറക്കണമേ, എന്നാൽ ഞാൻ നിൻ്റെ സ്തുതിയെ പ്രസ്താവിക്കും. ദാവീദ് പറഞ്ഞു, എൻ്റെ അധരങ്ങളെ തുറക്കണമേ, എന്നാൽ ഞാൻ നിൻ്റെ സ്തുതിയെ പ്രസ്താവിക്കും. അബ്രഹാം മിസ്രൈമിലേക്ക് പോയ കാലത്ത് ആരാധനയില്ല, യാഗപീഠമില്ല, യാഗപീഠം പണിയുന്നില്ല, ഉടമ്പടി നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു, എല്ലാം പോയി. നഷ്ടത്തിൻ്റെ വലിയ കണക്കും പേറി ദൈവപുരുഷൻ നിരാശനായി നടക്കുകയാണ്, ഭാരത്തോടെ ജീവിക്കുകയാണ്. സാക്ഷ്യം നഷ്ടപ്പെട്ടു, വിശ്വാസം നഷ്ടപ്പെട്ടു, ധൈര്യം നഷ്ടപ്പെട്ടു, പ്രാഗൽഭ്യം നഷ്ടപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ലോത്ത് നഷ്ടപ്പെട്ടു. അവിടെ നിന്ന് ജീവിതത്തിലേക്ക് ഒരിക്കലും വരരുതാത്തതായ കാര്യം
കാര്യങ്ങൾ ആ ഹാഗാർ വന്നുപോയി. എൻ്റെ പ്രിയപ്പെട്ടവരെ, പലതരം പ്രശ്നങ്ങൾ വന്നു, നഷ്ടങ്ങളുടെ കണക്കുകൾ ഏറെ സംഭവിച്ചു പോയി. ആരാധന മുടങ്ങിപ്പോയി. ആരാധന മുടങ്ങിയ ദൈവവൈദ്യരെ, നിനക്കിനി ആരാധന ആരംഭിക്കാം, ആരാധന പുനരാരംഭിക്കാം. അതിനുള്ള പോംവഴി എന്താണ്? മടങ്ങി വരിക പ്രിയപ്പെട്ടവരെ. നിങ്ങൾ ഈ ബേഥേലിലേക്ക് മടങ്ങി വരിക, പുറപ്പെട്ട സ്ഥലത്തേക്ക് മടങ്ങി വരിക, എടുത്ത തീരുമാനത്തിലേക്ക് മടങ്ങി വരിക, എടുത്ത സമർപ്പണത്തിലേക്ക് മടങ്ങി വരിക. ലേശം പോലും സമയം കളയണ്ട, അല്പം പോലും തറ്റി നിൽക്കണ്ട, അല്പം പോലും വൈകണ്ട. സ്നേഹവാനായ ക്രിസ്തു നിങ്ങളെ ആ സ്നേഹത്തോടെ വിളിക്കുകയാണ്, വാത്സല്യത്തോടെ ക്ഷണിക്കുകയാണ്. വരുവീൻ മകനെ, വരുവീൻ മകളെ, വരുവീൻ. ആരാധന പുനഃസ്ഥാപിപ്പീൻ, ആരാധന തുടങ്ങുവീൻ, സത്യ ആരാധന ആരംഭിക്കുവീൻ, ആത്മാവിൽ സത്യത്തിലുള്ളതായി ആരാധന തുടങ്ങുവീൻ. ആരാധനയുടെ സൗകുമാര്യം ആസ്വദിപ്പീൻ, ആരാധനയുടെ സന്തോഷം അനുഭവിപ്പീൻ, ആരാധനയുടെ ലഹരിയിൽ മയങ്ങുവീൻ, ആരാധനയുടെ ലഹരിയിൽ ദൈവത്തെ സ്തുതിപ്പീൻ, വാഴ്ത്തി പാടുവീൻ. ജീവനുള്ള ദൈവ സ്നേഹത്തോടെ നിങ്ങൾ ക്ഷണിക്കുന്നു. ആരെല്ലാം വരുന്നു? ജീവിതത്തിലെടുത്ത തീരുമാനങ്ങളിലേക്ക് ആരെല്ലാം മടങ്ങി വരുന്നു? ജീവിതത്തിൽ ദൈവത്തോട് പറഞ്ഞ ഉടമ്പടിയിലേക്ക് ആരെല്ലാം മടങ്ങി വരുന്നു? നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനേ, അൻപുള്ള പിതാവേ, ജീവനുള്ള ദൈവമേ, അവിടുത്തെ സന്നിധിയിലേക്ക് മടങ്ങി വരുന്നു ഞങ്ങളെ അവിടുന്ന് കൈക്കൊള്ളുന്നുള്ളതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടെ നിങ്ങളെ സ്വീകരിപ്പാൻ കരനീട്ടി നിൽക്കുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളോട് മനസ്സലിയുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിൻ്റെ ഈ പ്രിയ മക്കളെ എൻ്റെ കർത്താവ് തൊടുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. യേശുവിൻ്റെ തിരുരക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്ന തിരുരക്തം നിൻ്റെ മക്കളുടെ മേൽ അവിടെ തളിക്കുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അപ്പോൾ നിൻ്റെ മക്കളെ അനുഗ്രഹിച്ച് എഴുന്നേൽപ്പിക്കണമേ, തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുവിൻ നാമത്തിൽ തന്നെ, ആമീൻ.